അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബഹുമാനപ്പെട്ട PKP ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മയായി വരുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവിൻ്റെ കൂടെ PKP ഉസ്താദിനെ കാണാൻ പോകുന്ന രംഗമാണ്. PKP ഉസ്താദ് എപ്പോഴും എൻ്റെ പിതാവിനെ മഹമ്മൂദ് പുതിയാപ്ല എന്ന് പറഞ്ഞിട്ട് അഭിസംബോധിച്ചിട്ടാണ് സംസാരിക്കുക. ആ ഒരു ബന്ധം അദ്ദേഹം മരിക്കുന്നത് വരെ നിലനിർത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, എനിക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്നത്, ഞാൻ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം ഉസ്താദിനെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉസ്താദ് തന്നെ കാനത്ത് കഴിച്ചു കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പോയത്. പക്ഷേ അന്നത്തെ രോഗാവസ്ഥയും കൊറോണ കാലവുമായതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ക്ഷണിക്കുക എന്നുള്ളൊരു വേവലാതയോട് കൂടിയാണ് ഞാൻ ഉസ്താദിനടുത്ത് പോയത്. പോയ ഉടനെ ഉസ്താദ് സലാം ചൊല്ലിയ ഉടനെ അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞത്, മകളുടെ നിക്കാഹ് ഉണ്ടല്ലേ, ഞാൻ വന്ന് കഴിച്ചു കൊടുക്കാം. ഒരു മനുഷ്യനെ കണ്ടാൽ തൻ്റെ മൂന്നാം കണ്ണുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് വിലയിരുത്തപ്പെടുകയും ഒരാളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല, ഇയാളെ കൂട്ടിയാൽ തനക്ക് അപമാനം ഉണ്ടാകുമെന്ന് തോന്നുന്ന ഘട്ടം വന്നാൽ ഒരിക്കൽ പോലും അവരെ പരിഗണിക്കുകയോ അവർക്കൊരു സ്പേസ് കൊടുക്കുകയോ ചെയ്യുന്നില്ല ഉസ്താദ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമായിട്ട് ഹദിയ കൊടുത്താൽ ഉസ്താദ് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം, ഇത് കോളേജിനാണോ എന്ന്. കോളേജിലാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായ ഒരു സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മത പാലിച്ചു എന്നുള്ളത് ഉസ്താദിൻ്റെ ഒരു സവിശേഷതയാണ്. വലിയ ഉന്നതമായ പോസ്റ്റിലിരുന്നിട്ടും, സമസ്തയുടെ ഉന്നതമായ പദവിയിലിരുന്നിട്ട് പോലും പാപ്പിനിശ്ശേരിയിലെ സമീപ പ്രദേശങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇടപഴകി ജീവിച്ച് വലിയൊരു മാതൃക കാണിച്ച സൂഫിയായ പണ്ഡിതനായിരുന്നു PKP ഉസ്താദ്. അള്ളാഹു ഉസ്താദിൻ്റെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.